ക്രിസ്തു യേശുവായുടെ നാമത്തിൽ എലൈറ്റ് ദ ഡീകോഡേഴ്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പിറ്റന്നാൾ അവർ ബഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. ഇവിടെ നമ്മൾ വായിച്ചൊരു കാര്യമുണ്ട്. ഒരു മരത്തിനോട് ദൈവം ഇനി നിങ്കൽ നിന്ന് ഫലമുണ്ടാകാതിരിക്കട്ടെ, അഥവാ നമുക്കവിടെ ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയുന്നൊരു കാര്യമാണ്. ദൈവം സൃഷ്ടിച്ചാക്കിയ ഒരു വൃക്ഷത്തെ ദൈവം അവിടെ ശപിക്കുന്നു. അഥവാ അതിൽ നിന്ന് ഇനി ഫലമൊന്നും കായ്ക്കുകയില്ല എന്ന് പറയുന്നത് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കും. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ മലയാളത്തിൽ നിന്ന് മാറി ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണുവാൻ കഴിയും. അവിടെ ഹി ആൻസേർഡ് എന്ന് പറയുന്നുണ്ട്. അഥവാ ആ മരവും യേശു ക്രിസ്തുവും തമ്മിൽ ഒരു സംഭാഷണം നടന്നിട്ടുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്താണ് ഈ മരത്തിന് ഒരുപക്ഷെ യേശു ക്രിസ്തുവിനോട് പറയാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് എന്തായിരിക്കാം? ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ തോട്ടത്തിലാക്കി വെച്ച ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. നോക്കുക, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവന് വാഴുവാൻ ആവശ്യമായത്, അവന് ജീവിക്കുവാൻ ആവശ്യമായത് മുഴുവൻ നൽകി ഏദൻ എന്ന തോട്ടത്തിൽ മനുഷ്യനെ ആക്കി വെക്കുന്നത് നമുക്കവിടെ കാണാം. എന്നാൽ മനുഷ്യന് ഏദൻ തോട്ടത്തിൽ നിലനിൽക്കുവാൻ സാധിക്കാതെ അവൻ അവിടെ നിന്നും പുറത്തു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും നമ്മൾ നോക്കുക, ശലോമോൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ, തനിക്ക് ജ്ഞാനം കൊടുത്ത ദൈവം, അഥവാ തനിക്ക് ദൈവം നൽകിയ ജ്ഞാനത്തിൽ അവൻ അതിസമ്പന്നനായി തീരുന്നു. എന്നാൽ ശലോമോൻ രാജാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ഉദ്യാനങ്ങൾ അഥവാ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിലുടനീളം പരിശോധിച്ചാൽ 3 കൊട്ടാരങ്ങൾ ശലോമോൻ രാജാവിനുണ്ടായിരുന്നു. ആ 3 കൊട്ടാരങ്ങൾക്ക് ചുറ്റിലും വളരെയേറെ മരങ്ങളുണ്ടായിരുന്നു. ക്രിസ്തു യേശുവും ഇങ്ങനെ തന്നെ പകൽ അവൻ തൻ്റെ ജനത്തോട് സംസാരിക്കുന്നതും ആ ശുശ്രൂഷ തികച്ച ശേഷം ഒറ്റയ്ക്ക് മാറിയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതായത് യേശു ക്രിസ്തുവിൻ്റെ മെഡിറ്റേഷൻ ടൈം എടുത്തു നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ മെഡിറ്റേഷനുകൾ എടുത്തു നോക്കുക. നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, അവൻ ഗത്സമന തോട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ മലമുകളിൽ ഒരു തോട്ടത്തിലായിരുന്നു. എന്തായിരിക്കാം ഈ മരങ്ങളും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധം? മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തന്നെ മരങ്ങളോട് മനുഷ്യന് സംസാരിക്കുവാൻ കഴിയുമോ, ഇടപെടുവാൻ കഴിയുമോ? അതിന്റെ തെളിവാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. അവിടെ അത്തിയെ ദൈവം ശപിക്കുന്നതിന് മുൻപ്, അഥവാ യേശു ക്രിസ്തു ശപിക്കുന്നതിന് മുൻപ് ആ അത്തിയുമായിട്ട് ഒരു സംസാരം അവിടെ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഇതിന്റെ പൊരുളെന്താണ്? എങ്ങനെയാണ് അത്തിയോട് യേശു ക്രിസ്തു സംസാരിച്ചത്? എന്തായിരിക്കാം ആ അത്തിയെ ശപിക്കുവാനുണ്ടായ കാരണം? വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി അതിവേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് വീരനാം ദൈവത്തെ ഉയർത്താം.